സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 1. മുന്നറിയിപ്പുകൾ. എൻ്റെ ജീവിതകാലം അത്രയും ഞാൻ ആത്മീയ ലോകം കണ്ടിരുന്നു. മാലാഖമാരെ, വിശുദ്ധരെ, മറ്റ് അലൗകികരായ ജീവികളെയൊക്കെ ഞാൻ കാണുന്നു. ഞാൻ മരിച്ച വ്യക്തികളുടെ ആത്മാക്കളെ കാണുന്നു. ജീവിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ കാണുന്നത് പോലെ അത്ര വ്യക്തമായിട്ടാണ് ഞാൻ അവയെ കാണുന്നത്. ചില ആളുകൾ കാതുകളിൽ സംഗീതം ശ്രവിച്ചിട്ട് സ്വരലയങ്ങൾ ഒരുക്കുന്നു. മറ്റു ചിലർ മനസ്സിൻ്റെ മിഴികളിൽ സംഖ്യകൾ കണ്ടിട്ട് അതിശയകരമായ ഗണിതശാസ്ത്ര സമവാക്യങ്ങൾക്ക് ഉത്തരം കാണുന്നു. ഞാൻ വിളിക്കപ്പെട്ടിരുന്നത് അഭൗമ ലോകം കാണാനാണ്. എന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ സംശയിക്കുകയില്ല. കാരണം കാഴ്ചയിലും പെരുമാറ്റത്തിലും ഞാൻ മറ്റേതൊരാളെയും പോലെ തന്നെ. ഞാനൊരു കന്യാസ്ത്രീയോ ഒരു തപസ്വിനിയോ ഭാവി പറയുന്ന ഒരു നാടോടിയോ അല്ല. ഞാൻ നിങ്ങളെപ്പോലെയൊക്കെ ഒരുവൾ. എന്നാൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും വളരെ അകലെ ഒരു ലോകം, ഒരു വിസ്തൃതി ദർശിക്കാൻ ഞാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മെ ചൂഴുന്ന ഒരു അദൃശ്യ ലോകമാണത്. മാലാഖമാരുടെയും പിശാചുക്കളുടെയും ലോകം. നമ്മെ ഓരോ നിമിഷവും സ്വാധീനിക്കുന്ന അധികാരത്തിൻ്റെയും ശക്തികളുടെയും ലോകം. ഞാൻ ആ ലോകം കാണുന്നു. അത് കാണുക വഴി നമ്മുടെ ഭൗതിക ലോകത്തെ നോക്കിക്കാണുന്ന രീതിക്ക് മാറ്റം വരുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങളുടെ മറയ്ക്കപ്പെട്ടിരുന്ന അർത്ഥതലങ്ങൾ ഗ്രഹിക്കാൻ അതെന്നെ സഹായിച്ചു. ആളുകൾ മരിക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നു? സ്വർഗം എന്നൊന്നുണ്ടോ? നരകമുണ്ടോ? അതിനിടയ്ക്ക് എന്തെങ്കിലും? പിശാചുക്കളും അശുദ്ധാത്മാക്കളുമുണ്ടോ? അഥവാ അതൊരു കെട്ടുകഥയാണോ? ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് ഒരു കാരണമുണ്ടോ? ദൈവം നന്മയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവിടുന്ന് നമുക്ക് സഹനം തരുന്നു? സ്വപ്നങ്ങളും മുന്നറിയിപ്പുകളും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി നമ്മോട് പറയുന്നുവോ? അവസാന കാലഘട്ടത്തിലാണോ നാം ജീവിക്കുന്നത്? അവസാന കാലത്ത് ദൈവനീതി നടപ്പിലാക്കപ്പെടുമോ? അവസാനമില്ലാത്ത ചോദ്യങ്ങൾ. ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, നാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എല്ലാം. ഇത്തരം ചോദ്യങ്ങൾക്കധികവും ഉത്തരം കണ്ടെത്തണമെങ്കിൽ വ്യത്യസ്തമായ ഒരു വീക്ഷണകോണിലൂടെ നോക്കിയാലേ സാധിക്കൂ. മനോഹരമായ ഒരു ചിത്രത്തിരശീലയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചിത്രത്തിന്റെ മറുപുറത്ത് കെട്ടുപിണഞ്ഞു കിടക്കുന്ന നൂലുകളെ നോക്കി എങ്ങനെയാണ് ഇത്ര മനോഹരമായ ചിത്രം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് പോലെയാണത്. എൻ്റെ നന്നേ ചെറുപ്പം മുതൽ മിസ്റ്റിക്കൽ അനുഭവങ്ങൾ ദൈവം എനിക്ക് നൽകിയിരുന്നത് ആ പ്രത്യേക വീക്ഷണകോണിലൂടെ ഞാൻ ലോകത്തെ നോക്കിക്കാണാൻ മാത്രമല്ല, അവിടത്തേക്ക് വേറെയും കാരണങ്ങളുണ്ടായിരുന്നു. ഇത് ദൈവവുമായുള്ള അത്ഭുതകരമായ അവിശ്വസനീയമായ അനുഭവങ്ങളുടെയും അതുപോലെ അതെന്താണ് എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനും അർത്ഥമാക്കുന്നതെന്നുള്ളതിൻ്റെയും കഥയാണ്. ആരംഭം. എൻ്റെ കൗമാരത്തിൻ്റെ അവസാന ഭാഗത്ത് സ്വിറ്റ്സർലൻഡിലായിരിക്കുമ്പോഴാണ് ആദ്യമായി ഞാൻ മരിച്ചവരെ കാണുന്നത്. എൻ്റെ കുടുംബ വീടിൻ്റെ തറയിൽ എനിക്ക് ചുറ്റും വട്ടത്തിലിരിക്കുന്നതായി ഒരു ദിവസം അവ എനിക്ക് കാണപ്പെട്ടു. അവയെല്ലാം ഒരേപോലെ ഇരുന്നു. ആണും പെണ്ണും തിരിച്ചറിയാനാവാത്ത വിധം പരസ്പരം ഒട്ടിച്ചേർന്നതുപോലെ ചേർന്നിരുന്നു. അവർ മരിച്ചവരാണെന്നതിൽ എനിക്ക് അല്പവും സംശയമില്ലായിരുന്നെങ്കിലും അവർ അവിടെയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അവർക്കെല്ലാം ഒരേ രൂപമായിരുന്നു. കഷണ്ടിത്തല, ചാരനിറം, വളരെ മെലിഞ്ഞ പ്രകൃതം. അവരുടെ വസ്ത്രവും ചാരനിറമായിരുന്നതിനാൽ അത് ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. അവർ ആരാണെന്നോ എൻ്റെ ചുറ്റും എന്തിനു വന്നിരിക്കുന്നെന്നോ എനിക്ക് വ്യക്തതയില്ലായിരുന്നെങ്കിലും അവർ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞാൻ വീട്ടിലുള്ളപ്പോൾ അവർ വന്നു. എൻ്റെ ആത്മാവിൻ്റെ നേത്രങ്ങൾ കൊണ്ട് ഈ മരിച്ചവരുടെ കൂട്ടത്തെ ഞാൻ കാണാറുണ്ടായിരുന്നു. അവരുടെ മൗനവും അവർക്ക് എൻ്റെ നേരെ ഉണ്ടായിരുന്ന ബഹുമാനവും എന്നെ ഏറെ ആകർഷിച്ചു. അവരുടെ മധ്യത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് നിശബ്ദരായിരിക്കാനും അങ്ങനെ എനിക്ക് ശല്യമാകാതിരിക്കാനും അവരെ ഓർമ്മപ്പെടുത്തുവാൻ അടയാളം നൽകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തോ സംഭവിക്കാൻ കാത്തിരിക്കുന്നത് പോലെ മണിക്കൂറുകൾ അവർ അവിടെ ഇരിക്കും. അല്ലെങ്കിൽ അവർക്കത് കൂടുതൽ സമാധാനവും ആശ്വാസവും നൽകിയതുകൊണ്ടുമാവാം.
ആശ്ചര്യകരമെന്ന് പറയട്ടെ, അവരുടെ സാന്നിധ്യം എന്നെ അസഹ്യപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തില്ല. ഇവരെന്താണ് എൻ്റെ അടുത്ത് വരുന്നത്? എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ഒരിക്കലും ഞാൻ അത്ഭുതപ്പെട്ടില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, എൻ്റെ ചുറ്റിലുമുള്ള ആരും അവരെ കണ്ടില്ല. അതുകൊണ്ട് ഞാനത് ചർച്ച ചെയ്തില്ല ആരോടും. എൻ്റെ മാതാപിതാക്കളോട് പോലും അത് പറഞ്ഞുമില്ല. ആദ്യമൊക്കെ ഈ മരിച്ചവർ നിശബ്ദരായിരുന്നു. എന്നാൽ പിന്നീട് തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കാൻ തങ്ങളുടെ സംഭാഷണങ്ങൾ കൊണ്ടോ ചലനം കൊണ്ടോ അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി. വളരെ കഴിഞ്ഞ് ഒന്നുകിൽ തങ്ങളുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ അടയാളം കൊണ്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും. ചില അവസരങ്ങളിൽ രാത്രി വളരെ വൈകിയോ സൂര്യോദയത്തിനു മുമ്പോ കതകിൽ വ്യക്തമായി മുട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഡോർബെല്ലടിക്കും. കതക് തുറന്നു നോക്കിയാൽ ആരെയും കാണുകയില്ല. എന്നാൽ സഹായത്തിനായി കേഴുന്ന ഒരാത്മാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാകും. ചിലപ്പോൾ ഞാൻ അവരുടെ ലോകത്തിലേക്ക് ഉയർത്തപ്പെടും. ഞാൻ അവരോടൊപ്പമാണെന്ന് എനിക്ക് മനസ്സിലാകും. എൻ്റെ ഭൗതിക ശരീരം ഇവിടെ നിന്നും മാറ്റപ്പെടുന്നില്ല. എന്നാൽ എൻ്റെ ആത്മാവ് ഒരതീന്ദ്രിയ രീതിയിൽ മരിച്ചവരോട് കൂടിയായിരിക്കുകയാണ്. അവർക്കെന്നെ വ്യക്തമായി കാണുകയും ചെയ്യാം. ഞാൻ അവരിലൊരാളല്ലെന്നും ഞാൻ ജീവിച്ചിരിക്കുന്ന ആളാണെന്നും ഇപ്പോഴും ഭൂമിയിലാണെന്നും അവർക്കറിയാം. ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ എന്ത് ചെയ്യുകയാണ് എന്ന് ചിലർ ആശ്ചര്യപ്പെട്ട് ചോദിക്കുകയും ചെയ്തു. അവർ സഹിക്കുകയായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. ഞാനുമായുള്ള അവരുടെ ബന്ധം സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു വഴിയായിരുന്നു. ഈ മരിച്ചവരെ കാണുന്നതായിരുന്നില്ല അങ്ങേ ലോകവുമായുള്ള എൻ്റെ ആദ്യത്തെ അനുഭവം. കൂടെ കൂടെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകാനും പ്രകൃത്യാതീത ലോകം ദർശിക്കാനും തുടങ്ങിയപ്പോൾ എനിക്ക് 4 വയസ്സിൽ കൂടുതലില്ല. പിശാചിന് പേടി സ്വപ്നം കാണിക്കാൻ കഴിയുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉവ്വ് കഴിയും എന്നാണ് ഉത്തരം. എന്നാൽ എല്ലാ പേടി സ്വപ്നങ്ങളും ഈ കൂട്ടത്തിൽപ്പെടുത്താൻ സാധിക്കില്ല. സ്വാഭാവിക കാരണങ്ങളാലും മനഃശാസ്ത്രപരമായ കാരണങ്ങളാലും ഉണ്ടാകുന്ന പേടി സ്വപ്നങ്ങളുണ്ട്. അവ തമ്മിൽ തിരിച്ചറിയാനും നമ്മൾ പഠിക്കും. അക്കാലത്ത് ഞാൻ ഈജിപ്തിലാണ് താമസിച്ചിരുന്നത്. തലമുറകളായി അവിടെ താമസിക്കുന്ന ഒരു ഗ്രീക്ക് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മങ്ങിയ വെളിച്ചമുള്ള ഒരു ഇടനാഴിയിലൂടെ നടക്കും. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് പേടിപ്പെടുത്തുന്ന ചുവന്ന കണ്ണുകളുള്ള ഒരു കറുത്ത നായ പല്ലിളിച്ച് എൻ്റെ മേൽ ചാടി വീണ് എന്നെ കടിച്ചു കീറി കഷ്ണങ്ങളാക്കാൻ നോക്കിക്കിടന്നിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായിരുന്നു അതു സാധാരണ നായല്ല, പിശാചാണെന്ന്. എനിക്ക് 6 വയസ്സായപ്പോൾ ഇത്തരം പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ സ്വപ്നങ്ങളിൽ കാണുന്നത് മാറി ഉണർന്നിരിക്കുമ്പോഴും കാണാൻ തുടങ്ങി. ഒരു രാത്രി ഞാൻ ബെഡിൽ ഉണർന്നു കിടക്കുമ്പോൾ ഒരു വൃദ്ധൻ്റേതുപോലെ വളരെ വൃത്തികെട്ട 2 കൈകൾ എൻ്റെ മുമ്പിൽ എൻ്റെ കഴുത്തിന് നേരെ വരുന്നത് മങ്ങിയ ബെഡ്റൂം വെളിച്ചത്തിൽ ഞാൻ കണ്ടു. ഭയം കൊണ്ട് ഞാൻ വിറങ്ങലിച്ചു പോയി. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ കൈകൾ താഴ്ന്ന് എന്നെ ഞെരിച്ചു കൊല്ലാൻ പാകത്തിൽ എൻ്റെ കഴുത്തിനു നേരെ വരുന്നത് ഞാൻ കണ്ടു. വീട്ടിലുള്ളവർ ഉണരുമെന്ന് കരുതി ഞാൻ അലറിക്കരഞ്ഞില്ല. എങ്കിലും അവിടെ കിടന്നുകൊണ്ട് എൻ്റെ തല പരമാവധി പിറകിലേക്ക് ചലിപ്പിച്ച് ആ കൈകളെ ഒഴിവാക്കാൻ നോക്കി. ഏതായാലും അവ പിന്നീട് കണ്ടില്ല. ഈ ദർശനം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയതിനാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ 2 വൃത്തികെട്ട കരങ്ങൾ എൻ്റെ കഴുത്തിനു നേരെ വന്നു. അത് പിശാചാണെന്ന് എനിക്കറിയാം. കാരണം എന്നെ ഞെരിച്ചു കൊല്ലാനാണ് അത് ഉദ്ദേശിച്ചത്. ഞാൻ വളരെ പേടിച്ചു പോയെന്ന് മനസ്സിലാക്കി എൻ്റെ അമ്മ അത് പൈശാചിക കരങ്ങളല്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. അത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളാണെന്ന് വരെ പറഞ്ഞു. എന്നാൽ ആ വയസ്സായ വൃത്തികെട്ട കരങ്ങൾ പരിശുദ്ധ അമ്മയുടേതാവുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആ കരങ്ങൾ യഥാർത്ഥത്തിൽ ആരുടേതായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ മുന്നറിയിപ്പ് ലഭിക്കുന്നത്. അവധിക്കാലം ചെലവഴിക്കാൻ ഈജിപ്തിൽ നിന്ന് ലെബനോണിലേക്ക് പോകാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ തീരുമാനിച്ചു. എൻ്റെ അമ്മ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പുതിയ ഉടുപ്പുകൾ തുന്നാൻ ആരംഭിച്ചു. അന്നൊക്കെ വസ്ത്രം തുന്നിയെടുക്കുകയല്ലാതെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും വാങ്ങുന്ന പതിവില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും വിദേശത്തേക്ക് ആദ്യമായി കടൽ യാത്ര നടത്താൻ പോകുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു. ഈ അവധിക്കാല യാത്രയുടെ ഒരുക്കങ്ങൾ ഭംഗിയായി നടക്കുന്നതിനിടെ ഞങ്ങൾ ചില ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയി.
മുതിർന്നവർ അടുത്തു നടത്താൻ പോകുന്ന ലെബനോനിലേക്കുള്ള അവധിക്കാല യാത്രയെപ്പറ്റി താല്പര്യപൂർവ്വം സംസാരിച്ചിരുന്നപ്പോൾ ഞങ്ങൾ കുട്ടികൾ കളിക്കാൻ പോയി. പെട്ടെന്ന് എൻ്റെ മുഴുവൻ സത്തയിലും ഭീതി നിറച്ചുകൊണ്ട് വിവരിക്കാനാവാത്തൊരു ഭയം എന്നെ പിടികൂടി. ഞാൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. കണ്ണുനീരൊഴുകി. ലെബനോനിലേക്കുള്ള യാത്രയിൽ മരണം എന്നെ കാത്തിരിക്കുന്നെന്ന് സംശയലേശമന്യേ എങ്ങനെയോ എനിക്ക് മനസ്സിലായി. ഈ യാത്ര പോയാൽ ജീവനോടെ തിരിച്ചു വരികയില്ലെന്ന് ഞാൻ അറിഞ്ഞു. ഈ അസാധാരണമായ മുന്നറിയിപ്പ് എൻ്റെ ഭാവനയായിരുന്നില്ല. എൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള അഭൗമികമായ ഇടപെടലായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ വീട്ടിനുള്ളിൽ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ടോടി. നിനക്കെന്തു പറ്റി? നീ വീണോ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ എന്നൊക്കെ അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഭയവിഹ്വലയാണെന്ന് എല്ലാവരും കണ്ടു. പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഏങ്ങലുകൾക്കിടയിൽ ഞാൻ പറഞ്ഞൊപ്പിച്ചു, നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയാൽ ഞാൻ ജീവനോടെ തിരിച്ചു വരില്ല. ഇത് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. എൻ്റെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളോട് എൻ്റെ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്ന് വളരെ നന്നായി അറിയാമായിരുന്ന എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, ആ യാത്രയുടെ കാര്യം കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നുവെന്ന്. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. ഈ ഭൗതിക ലോകത്തിനപ്പുറത്തേക്ക് എനിക്കൊരു ബന്ധമുണ്ടെന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ യാത്ര വേണ്ടെന്ന് വയ്ക്കുന്നതിന് ഈ മുന്നറിയിപ്പ് ധാരാളം മതിയായിരുന്നു. ആരും എതിർത്തു പറഞ്ഞില്ല. കുറച്ചു കാലത്തേക്ക് ആരും അവധിക്കാലമെന്നോ ലെബനോൻ എന്നോ സൂചിപ്പിച്ചതുപോലുമില്ല. എനിക്കൊരിക്കലും ലെബനോനിലെ അപകടം എന്തായിരുന്നുവെന്ന് മനസ്സിലായില്ല. പക്ഷേ ദൈവം എന്നെ സംരക്ഷിക്കുകയായിരുന്നു എന്ന് എനിക്ക് വ്യക്തമായിരുന്നു. അവിടത്തേക്ക് എൻ്റെ ജീവിതത്തെപ്പറ്റി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിനു വേണ്ടി അവിടെ എന്നെ സംരക്ഷിക്കും. കുറച്ചു നാളുകൾക്ക് ശേഷം എനിക്കൊരു സ്വപ്നമുണ്ടായി. അത് തികച്ചും വാസ്തവമെന്ന് തോന്നിയതിനാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അതെൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. ഞാൻ ഈശോയെ കണ്ടു. അവിടെ എന്നെ നോക്കി പുഞ്ചിരിക്കുകയായിരുന്നു. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ നല്ല പ്രകാശമുള്ള ഒരിടനാഴിയിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എനിക്കെതിരെയുള്ള ഭിത്തിയിൽ ഈശോയുടെ മുഖം ഞാൻ കണ്ടു. ഞാൻ ഈശോയിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലത്തിലായിരുന്നു. അവിടുന്ന് പുഞ്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് പറഞ്ഞു, എൻ്റെ അടുത്തേക്ക് വരൂ. അപ്പോൾ വിവരിക്കാനാവാത്തൊരു ശക്തി കറണ്ട് പോലെന്ന് എന്നെ അവിടുത്തെ പക്കലേക്ക് വലിച്ചു. എനിക്ക് ചെറുത്തു നിൽക്കാനായില്ല. ഞാൻ അവിടുത്തെ പക്കലേക്ക് തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് അവിടുന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ഓരോ പ്രാവശ്യവും ആ ശക്തി എന്നെ വലിച്ച് അവിടത്തോട്ട് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പാദങ്ങളെ എനിക്ക് നിയന്ത്രിക്കാനാവാതെ വന്നപ്പോൾ എനിക്ക് ഭയം തോന്നി. അവസാനം എൻ്റെ മുഖം അവിടുത്തെ മുഖത്തിനടുത്തെത്തി. ആ നിമിഷത്തിൽ എൻ്റെ മുഖം അവിടുത്തെ മുഖത്തിലൂടെ കയറിപ്പോയി. എൻ്റെ മാതാപിതാക്കളെ എൻ്റെ സ്വപ്നം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ എൻ്റെ പിതാവ് അമ്മയോട് പറഞ്ഞു, ഇതാ അവൾക്ക് വേറൊരു സ്വപ്നം കൂടി. എന്താണാവോ ഈ കുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്? യേശു ഇവളെ സ്വപ്നത്തിൽ സന്ദർശിക്കുന്നു. ഇപ്പോൾ യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമില്ലെന്നാണ് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നതെന്ന് അമ്മ വിശ്വസിച്ചു. എന്നാലും ഞങ്ങളുടെ അവധിക്കാല യാത്ര സൈപ്രസിലേക്കാക്കി. യാത്രയിലുടനീളം അമ്മ എന്നിൽ നിന്നും കണ്ണെടുത്തില്ല. പ്രത്യേകിച്ച് മലമുകളിലൂടെ ഞങ്ങൾ കഴുതപ്പുറത്ത് സഞ്ചരിച്ചപ്പോൾ എൻ്റെ കഴുത കിഴക്കാംതൂക്കായ പ്രദേശത്തുകൂടെ പോയപ്പോൾ അമ്മ വെപ്രാളപ്പെട്ട് അതിനെ വലിച്ചു സുരക്ഷിതമായ പാതയിലേക്കാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ കഴുത അതിനിഷ്ടപ്പെട്ട വഴിയെ നടന്നു. ഏതായാലും എങ്ങനെയോ അമ്മയും ഞാനും രക്ഷപ്പെട്ടു. 2 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് 12 വയസ്സുള്ളപ്പോൾ മറ്റൊരു മിസ്റ്റിക്കൽ സ്വപ്നമുണ്ടായി. എൻ്റെ വിവാഹം നടക്കുകയാണ്. വരൻ യേശുക്രിസ്തുവാണ്. ഞാൻ അവിടുത്തെ ചാരി നടന്നു നീങ്ങുന്നു. അനേകർ സന്തോഷത്തോടെ കുരുത്തോലകൾ വീശുന്നു. അവർ പിറകോട്ട് ഒതുങ്ങി നിന്ന് അവിടത്തേക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുന്നു. അവിടുന്ന് എൻ്റെ അരികിലുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെട്ടെങ്കിലും അവിടുത്തെ കാണാൻ എന്നെ അനുവദിച്ചില്ല. അത് കഴിഞ്ഞ് ഞാനൊരു മുറിയിലേക്ക് കയറി. അവിടെ അവിടുത്തെ അമ്മ പരിശുദ്ധ കന്യാമറിയം സന്തോഷത്തോടെ എന്നെ സ്വാഗതം ചെയ്തു. തൻ്റെ പുത്രന് യോഗിയാണെന്ന് ഉറപ്പാക്കാൻ അമ്മ എൻ്റെ മുടി ഒതുക്കി വസ്ത്രവുമൊക്കെ ശരിയാക്കി വെച്ച് എന്നെ മോടി പിടിപ്പിച്ചു. എൻ്റെ ഈ ആദ്യകാല സ്വപ്നങ്ങളുടെയും മുന്നറിയിപ്പുകളുടെയും കാലത്ത് ഞാനൊരു മതവിശ്വാസിയായിരുന്നില്ല എന്നതാണ് ഏറെ അത്ഭുതകരം. എന്തായാലും ഞാൻ എൻ്റെ 2 സഹോദരിമാരോടും ഒരു സഹോദരനോടുമൊപ്പം ഇടവക ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഞങ്ങളുടെ പ്രധാന അധ്യാപിക പ്രായമുള്ള ആളും
അതോടൊപ്പം വളരെ കർശനക്കാരിയുമായിരുന്നു. ഞങ്ങൾ ഡ്രസ്സിന്റെ കൈയെങ്ങാൻ അല്പം ചുരുട്ടി വെച്ചാൽ, ഷർട്ടിന്റെ കോളർ ബട്ടൺ ഊരുകയോ ടൈ അഴിച്ചിടുകയോ ചെയ്താൽ അവർ ശകാരിച്ചിരുന്നു. കഠിനമായ ചൂടിൽ ഞങ്ങൾ വിഷമിക്കുന്നത് അവർക്ക് വിഷയമല്ലായിരുന്നു. നിയമം തന്നെയായിരുന്നു. നിയമം തെറ്റിച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസ് നല്ല അടി തന്നിരുന്നു. അവരുടെ വടിയുടെ രുചി അനുഭവിക്കാൻ ഞാൻ പല പ്രാവശ്യം ഓഫീസിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വല്ലായ്മയും ഞാനെന്ന ഭാവവും കാരണം ഇക്കാര്യം ഞാൻ ആരോടും പറഞ്ഞില്ല. ഏതായാലും അതുകൊണ്ട് എൻ്റെ തുടയിലെ അടിയുടെ തിണർത്ത പാടുകളെപ്പറ്റി എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞതേയില്ല. ഞങ്ങൾ ഓരോ സ്കൂൾ ദിനവും ആരംഭിച്ചിരുന്നത് അസംബ്ലിയിൽ കർത്തൃപ്രാർത്ഥന ചൊല്ലുകയും ഏതെങ്കിലും ഒരു സങ്കീർത്തനം ആലപിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു. എനിക്കത് വിരസമായിട്ടാണ് തോന്നിയത്. അതിൻ്റെ കൂടെ ചില അധ്യാപികമാർ വീണ്ടും പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തപ്പോൾ അവർ മതഭ്രാന്തരെന്ന് ഞാൻ കരുതി. നമ്മൾ ദൈവത്തോട് സംസാരിച്ചല്ലോ, പിന്നെയും എന്തിന് ഇത് കൂട്ടിച്ചേർക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. സ്വപ്നത്തിൽ യേശുവിനോട് എത്ര സമയം സംസാരിക്കാനും എനിക്കിഷ്ടമാണ്. എന്നാൽ സ്കൂളിലെ ഈ അടിച്ചേൽപ്പിക്കുന്ന മതാത്മകതയോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. ഇതിലൊക്കെ ഉപരി പഠനത്തിൽ ഞാൻ മിടുക്കിയായിരുന്നില്ല. സാഹിത്യം, കേട്ടെഴുത്ത്, കല തുടങ്ങിയവ മാത്രം എനിക്കിഷ്ടമായിരുന്നു. ഫലിതങ്ങൾ പറഞ്ഞ് സഹപാഠികളെ സന്തോഷിപ്പിക്കുക എനിക്ക് വളരെ താല്പര്യമായിരുന്നു. തമാശ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ എനിക്കൊരു പ്രത്യേക വശമുണ്ടായിരുന്നു. ചില പെൺകുട്ടികൾ അവരുടെ ജീവിതം കൂടുതൽ ആഹ്ലാദഭരിതമാക്കാൻ എൻ്റെ സൗഹൃദം തേടി വന്നു. ഇതിനിടയ്ക്ക് എൻ്റെ അധ്യാപികമാർ എന്നെ ഒരു കുഴപ്പക്കാരിയും ശല്യവുമായി മുദ്രകുത്തിയിരുന്നു. ചില അധ്യാപികമാർ അവരുടെ ക്ലാസ്സിൽ എന്നെ കയറ്റുകയില്ല. കയറ്റിയാൽ എൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അച്ചടക്കമില്ലാതാകും എന്നവർ കരുതി. എൻ്റെ കൗമാരത്തിൽ ആദ്യകാലത്ത് തന്നെ അങ്ങനെ ഞാൻ ചെറിയൊരു നേതാവായി തീർന്നു. എന്നാൽ എൻ്റെ ടീച്ചർമാർ എന്നെ അവഗണിക്കുന്നതായി എനിക്ക് തോന്നി. പക്ഷേ എൻ്റെ ഞാനെന്ന ഭാവം ഇതൊന്നും കാര്യമായിട്ടെടുക്കാൻ എന്നെ അനുവദിച്ചില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന് ഞാൻ അഭിനയിച്ചു. പിന്നീട് കുറ്റം എൻ്റേതല്ലാത്തപ്പോഴും എന്നെ കുറ്റക്കാരിയാക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നു. ഒരു ദിവസം ക്ലാസ് നിയന്ത്രിക്കാൻ പരാജയപ്പെട്ട ഞങ്ങളുടെ ടീച്ചർ ഞാനാണ് എല്ലാറ്റിനും കാരണക്കാരി എന്ന് തീരുമാനിച്ചു. എൻ്റെ കവിളത്തടിച്ചു. എന്നിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നുവെന്ന് അട്ടഹസിച്ചു. ഞാൻ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിച്ചട്ടഹസിച്ചു. ശിക്ഷ ഇരട്ടിയാക്കിക്കോളൂ. അവരത് ഉടനെ ചെയ്യുകയും ചെയ്തു. ക്ലാസ് നിശബ്ദമായി മരച്ചിരിക്കുമ്പോൾ അവർക്ക് മനസ്സിലായി അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള ശിക്ഷ ഞാൻ ഏൽക്കുകയായിരുന്നെന്ന്. ഞാൻ അത് അർഹിക്കുന്നില്ലെന്ന് അവർക്കറിയാമായിരുന്നു. പകരം ഞാൻ ബലിയാടാവുകയായിരുന്നു എന്ന്. അപ്പോൾ ദൈവത്തിനല്ലാതെ മറ്റാർക്കും പ്രവചിക്കാനാവാത്ത ചിലത് സംഭവിച്ചു. ഓരോ സ്കൂൾ വർഷാരംഭത്തിലും ഓരോ ക്ലാസ്സിനും ഓരോ ക്യാപ്റ്റൻ തിരഞ്ഞെടുക്കപ്പെടും. ടീച്ചർ ക്ലാസ്സിലില്ലാത്ത സമയത്ത് ടീച്ചറുടെ കസേരയിലിരുന്ന് ക്ലാസ്സിൽ ക്രമസമാധാനം പാലിക്കുക എന്നതാണ് ഈ ക്യാപ്റ്റന്റെ ജോലി. വർഷാവസാനം ഏറ്റവും അച്ചടക്കമുള്ള നല്ല ക്ലാസ്സിന് ഒരു വലിയ വെള്ളിക്കപ്പ് ലഭിക്കും. പെൺകുട്ടികൾ എന്നെ ക്ലാസ് ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചത് എനിക്ക് വിശ്വസിക്കാനായില്ല. അവരുടെ ഇടയിലെ ഏറ്റവും വികൃതിയായി എന്നെ തിരഞ്ഞെടുത്താൽ ഞാൻ അവരുടെ പേരുകൾ ഒരിക്കലും ടീച്ചറിനോട് പറയുകയില്ലെന്ന് അവർ വിചാരിച്ചു. ഈ ചുമതല ഏൽക്കുന്നതിൽ നിന്ന് ഞാൻ പരമാവധി ചെറുത്തു നിൽക്കാൻ നോക്കിയെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവസാനം ഞാൻ തന്നെ ആ സ്ഥാനം ഏറ്റെടുത്തു. ടീച്ചർ പോയ ഉടനെ പതിവ് പോലെ ബഹളം തുടങ്ങി. ക്ലാസ്സിലൂടെ ഓടുക, ഡെസ്കിൽ കയറി നിൽക്കുക, കൂവുക, പൊട്ടിച്ചിരിക്കുക, പെൻസിലുകൾ എറിയുക തുടങ്ങിയ ആകെ ബഹളം. കാഴ്ച ബംഗ്ലാവിനേക്കാൾ കഷ്ടമായിരുന്നു. കാരണം കാഴ്ച ബംഗ്ലാവിൽ ഓരോ മൃഗവും കൂട്ടിലാണ്. ഇത് കാട്ടിലെ മൃഗങ്ങളെ പോലെയായിരുന്നു. ശാന്തരാകുവാൻ ഞാൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ എൻ്റെ ശബ്ദം ആ ആരവത്തിൽ മുങ്ങിപ്പോയി. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇനി ആരെങ്കിലും അനങ്ങിയാൽ, ശബ്ദമുണ്ടാക്കിയാൽ ഞാൻ പേരെഴുതി ടീച്ചറിനെ ഏൽപ്പിക്കും. അവർ കരുതി ഞാൻ തമാശ പറയുകയാണെന്ന്. അതുകൊണ്ട് അവർ ബഹളം തുടർന്നു. ഞാൻ ഓരോരുത്തരുടേതായി പേരുകൾ എഴുതുന്നത് അവർ ശ്രദ്ധിച്ചതേയില്ല. ടീച്ചർ ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ എഴുതി വച്ചിരുന്ന പേരുവിവരം ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തു. എൻ്റെ സഹപാഠികൾ ഞെട്ടിപ്പോയി. ചിലർ വാ പൊളിച്ചു നിന്നു, ചിലർ കരയാൻ ആരംഭിച്ചു, ചിലർ ഞാൻ ചതിച്ചു എന്ന മട്ടിൽ എന്നെ തുറച്ചു നോക്കി. പക്ഷേ ഞാൻ എൻ്റെ ജോലി നിർവഹിച്ചതേ ഉള്ളൂവെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. അവർ തന്നെ എന്നെ ഏൽപ്പിച്ച ജോലി. എനിക്കൊരു ഉത്തരവാദിത്വം നൽകപ്പെട്ടാൽ ഞാനത് നിവൃത്തിയാക്കും. അതിൻ്റെ പേരിൽ എൻ്റെ സുഹൃത്തുക്കളുടെ സൗഹൃദം നഷ്ടമായാലും ഞാൻ എൻ്റെ ചുമതല ചെയ്തിരിക്കും.
അന്നു മുതൽ ഞങ്ങളുടെ ക്ലാസ് മാനസാന്തരപ്പെട്ട് നല്ല ചിട്ടയിലായി. വർഷാവസാനം നല്ല പെരുമാറ്റത്തിനുള്ള വെള്ളിക്കപ്പം ഞങ്ങൾ സ്വന്തമാക്കി. എന്താണ് എന്നിൽ നിന്നും അടുത്തത്, ക്ലാസ് വിദൂഷികയോ ക്ലാസ് അധ്യക്ഷയോ എന്ന് കണക്കുകൂട്ടാൻ വയ്യാത്ത സ്ഥിതിയിലായി എൻ്റെ ടീച്ചേഴ്സ്. എന്നാൽ അടുത്തതായി സംഭവിച്ചത് അവരാരും സങ്കല്പിച്ചതായിരുന്നില്ല, അതും തികച്ചും അപ്രതീക്ഷിതമായ രീതിയിൽ. ഒരു ദിവസം ഞാൻ മതബോധന ക്ലാസ്സിൽ ഈശോയുടെ ക്രൂശുമരണത്തെപ്പറ്റി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാനൊരു ദർശനത്തിൽ അത് നടന്ന സ്ഥലത്തേക്കും സമയത്തേക്കും എടുക്കപ്പെട്ടു. ഞാൻ ജെറുസലേമിലേക്ക് ഒഴുകിപ്പോയി. സമയയന്ത്രത്തിൽ യാത്ര ചെയ്തിട്ടെന്ന പോലെ 2000 വർഷം മുമ്പത്തെ സമയത്തിലെത്തി. അപ്പോൾ രാത്രിയായിരുന്നു. ആളുകൾ തണുപ്പകറ്റാൻ കൂട്ടിയ തീയിൽ നിന്നുയർന്ന പ്രകാശത്തിലും പുകയിലും ജെറുസലേമിലെ വലിയ മതിലുകളുടെ ഒരു ഛായാചിത്രം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. രാത്രിയിലെ തണുത്ത ഇളങ്കാറ്റ് എൻ്റെ കവിളത്ത് എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടു. അതുപോലെ വരണ്ട വായുവിൽ കാറ്റടിച്ച് പറത്തിക്കൊണ്ടുവരുന്ന മരം കത്തുന്ന മണവുമുണ്ടായിരുന്നു. ആളുകളുടെ അടക്കി പിടിച്ച സംസാരവും എനിക്ക് കേൾക്കാമായിരുന്നു. അന്തരീക്ഷത്തിലാകെ എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ സംഘർഷമുണ്ടായിരുന്നു. അതൊരു ഭയപ്പെടുത്തുന്ന ഇരുണ്ട രാത്രിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നേക്കും നിലനിൽക്കുന്ന വേദനയുടെയും ഭയത്തിൻ്റെതുമായ 1 മണിക്കൂർ. പട്ടണത്തിൽ നിന്നകലെ ഒലിവ് തോട്ടത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഈശോ അവിടെ തീവ്ര വേദനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് അന്ത്യത്യാഴത്തിന് ശേഷമായിരുന്നു. അവിടുത്തെ അപ്പസ്തോലന്മാർ അവിടുത്തെ ശ്രദ്ധിക്കാനായി കൂടെ വന്നിരുന്നെങ്കിലും അവരുടെ ചുമതല മറന്ന് അവർ ഉറക്കത്തിലായിരുന്നു. ഈശോ അനുഭവിച്ച ഭയവും തിരസ്കരണവും യൂദാസിന്റെ വഞ്ചനയുമെല്ലാം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. കുരിശിൽ മരിക്കുക എന്ന തൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ ഈശോ തീരുമാനിച്ചപ്പോൾ പിതാവ് തനിക്ക് നൽകിയ പാനപാത്രം കുടിക്കാനായി സ്നേഹമായ പുത്രൻ സ്വീകരിച്ചപ്പോൾ ആയിരക്കണക്കിന് പിശാചുക്കൾ ഭയന്നോടുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എൻ്റെ ദർശനം അടുത്ത പ്രഭാതത്തിലേക്ക് മാറ്റപ്പെട്ടു. ജെറുസലേമിന് പുറത്ത് ഗൊൽഗൊത്തായിലേക്ക് വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴിയിൽ ഞാൻ നിൽക്കുന്നതായി കണ്ടു. പകലായിരുന്നെങ്കിലും രാത്രി കഴിഞ്ഞില്ലയോ എന്ന് തോന്നിക്കുന്ന വിധം ഇരുണ്ടുമൂടിയ അന്തരീക്ഷം. ഞാൻ ഉണങ്ങിയ പുൽപ്പരപ്പിൽ ചെരുപ്പിട്ട് നിൽക്കുമ്പോൾ പട്ടാളക്കാർ കുന്നുകയറുമ്പോഴുള്ള അവരുടെ വസ്ത്രത്തിൻ്റെയും നടത്തത്തിൻ്റെയും കിലുകില ശബ്ദം കേൾക്കാമായിരുന്നു. കാഴ്ചകളെല്ലാം ഭയാനകമാമിതം യാഥാർത്ഥ്യമായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള വലിയ ജനക്കൂട്ടത്തിനിടയ്ക്ക് ഞാൻ ഒരു ചെറിയ ശിശുവിനെ പോലെ കാണപ്പെട്ടു. എൻ്റെ മുമ്പിലുള്ള വലിയ ആൾക്കൂട്ടം കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കാണാനായില്ല. ആളുകളുടെയും കുടുംബങ്ങളുടെയും ഗ്രൂപ്പുകളുടെയും ഒക്കെ ഇടയിലൂടെ തിക്കിത്തിരക്കി ഞാൻ ഒരുവിധം റോഡിൻ്റെ മുമ്പിലെത്തി. ഭയാനകമായ കുരിശും വഹിച്ചുകൊണ്ട് യേശു കാൽവരി കയറുന്നു. പാതയുടെ ഓരത്ത് സമയം ഏതാണ്ട് നിശ്ചലമായി നിന്നു. ഈശോ എൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് എനിക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഈശോ ചെറുപ്പക്കാരനായിരുന്നു. ശ്വാസം കിട്ടാൻ നന്നേ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. തീരെ അവശനായി മരണത്തോടടുത്ത അവസ്ഥയിലായിരുന്നു. അവിടുത്തെ തിരുമുഖവും തിരുമേനിയുമെല്ലാം ക്ഷതമേറ്റ് രക്തം വാർന്നുകൊണ്ടിരുന്നു. മുള്ളുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം ക്രൂരമായ പരിഹാസത്തോടെ അവിടുത്തെ തലയിൽ വെച്ചിരുന്നു. ഈ മുൾക്കിരീടം നെറ്റിയിലേക്ക് തുളച്ചിറങ്ങിയിരുന്നതിനാൽ രക്തം മുഖത്തേക്ക് ഒലിച്ചിറങ്ങുകയും കൺപീലികളിൽ കട്ട പിടിക്കുകയും കവിൾത്തടങ്ങളിലൂടെ ഒഴുകുകയും ചെയ്തു. അവിടുന്ന് വളരെയേറെ സഹിക്കുകയായിരുന്നെങ്കിലും ആ കണ്ണുകളിലെ ആത്മതേജസ് എന്നെ വളരെയേറെ സ്വാധീനിച്ചു. ഞാൻ വളരെ തന്നിഷ്ടക്കാരിയും കുസൃതിയുമാണെങ്കിലും മറ്റുള്ളവർ സഹിക്കുന്നത് കാണുമ്പോൾ വേദനിക്കുന്ന പ്രകൃതമാണ് എൻ്റേത്. ഈ സംഭവിക്കുന്നതെല്ലാം അനീതിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ അനുകമ്പയിൽ ഈശോയെ അവിടെ നിന്നും ഈ പീഡകരുടെയും അവിടുത്തെ രക്തത്തിനായി ആക്രോശിക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും പെട്ടെന്ന് രക്ഷിച്ച് ദൂരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. എന്നാൽ എനിക്ക് അവിടുത്തെ രക്ഷിക്കാൻ കഴിയും മുമ്പ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ തിരിച്ചെത്തി. ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തതിന് ടീച്ചർ ശകാരിക്കുകയായിരുന്നു. ഞാൻ പോയ വിവരം മറ്റു കുട്ടികൾ മനസ്സിലാക്കിയോ എന്നറിയാൻ ഞാൻ ചുറ്റുപാടും നോക്കി. ഏതായാലും ഇതുപോലൊരു ദർശന സമയത്ത് ഞാൻ തികച്ചും വ്യത്യസ്ത രീതിയിൽ കാണപ്പെട്ടു കാണും എന്നെനിക്ക് മനസ്സിലായി. ഇത് എത്ര വിരോധാഭാസമായിരിക്കുന്നു. എൻ്റെ ടീച്ചർ എന്നെ ദൈവത്തെപ്പറ്റി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാനാകട്ടെ ബൈബിളിലെ അതേ സംഭവങ്ങൾ ജീവസുറ്റ നിറക്കൂട്ടിൽ മിസ്റ്റിക്കൽ ദർശനത്തിലൂടെ വീണ്ടും അനുഭവിക്കുന്നു. അവർക്കെങ്ങനെ ഇത് മനസ്സിലാകും? ആർക്കും മനസ്സിലാവില്ല. കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല. എന്താണ് സംഭവിച്ചതെന്ന് ഒരിക്കലും വിശദീകരിക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നു.
കാരണം വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചിത്തഭ്രമക്കാരിയാണെന്ന് അവർ കരുതും. ജെറുസലേം ദർശനത്തിന് ശേഷം മറ്റു പല ദർശനങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു. അതെല്ലാം വെറും ഭാവനയാണെന്ന് ചിന്തിച്ചു തള്ളാനാവാത്ത വിധം തീവ്രമായിരുന്നു. എന്നോട് പോലും അത് വിവരിക്കാൻ ഞാൻ അശക്തിയാണ്. യഥാർത്ഥ ലോകത്തിലാണെങ്കിൽ 1956 ഈജിപ്തിൽ ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരുന്നു. അവർ യൂറോപ്യൻ രാജ്യങ്ങളോട് അനുഭാവമുള്ളവരായിരുന്നില്ല. ഞങ്ങൾ താമസിച്ചിരുന്ന കെയ്റോ ആക്രമിക്കപ്പെട്ടു. ദിവസവും ബോംബ് വർഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. യുദ്ധം സമൂഹത്തിലാകെ ഒരു വിനാശകരമായ അവസ്ഥയുണ്ടാക്കി, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. രാവും പകലും യുദ്ധവിമാനങ്ങളെക്കുറിച്ചുള്ള ഭയം സാധാരണ ജനജീവിതം അസാധ്യമാക്കി. സാവകാശം ഈ പിരിമുറുക്കം അമ്മയെ പിടികൂടി. സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കുടുംബത്തെ മാറ്റാൻ അമ്മ തീരുമാനിച്ചു. ഒരിക്കലും ബോംബ് വീഴാത്ത ഒരിടം തേടി. ഉത്തരം വ്യക്തമായിരുന്നു: സ്വിറ്റ്സർലൻഡ്. നൂറ്റാണ്ടുകളായി ഒരു സഖ്യത്തിലും ചേരാത്ത രാജ്യം. അങ്ങനെ എൻ്റെ കൗമാരപ്രായത്തിൻ്റെ നടുവിൽ വെച്ച് പുതിയൊരു സാഹസം ആരംഭിച്ചു. എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും വിറ്റ് ഈജിപ്ത് വിട്ട് വടക്ക് അലക്സാണ്ട്രിയയിൽ ചെന്ന് ഇറ്റലിയിലേക്ക് കപ്പൽ കയറി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആവേശഭരിതയായി. യൂറോപ്പിലെ പച്ചവിരിച്ച പുൽമേടുകളും തിരക്കേറിയ വർണ്ണശബളമായ നിരത്തുകളുമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇറ്റലിയിൽ നിന്ന് വടക്കോട്ട് ട്രെയിനിൽ പോകുമ്പോൾ വർണ്ണാഭമായ വയലുകളും ചെറിയ ടൗണുകളും പിന്നീട് സ്വിറ്റ്സർലൻഡിൻ്റെ മഞ്ഞണിഞ്ഞ മലനിരകൾ കാണാറായി. വളരെ ആശ്ചര്യകരം. ഞങ്ങളുടെ ജനീവയ്ക്കുള്ള ട്രെയിൻ 1 മണിക്കൂർ നേരത്തെയായിരുന്നു. അതുകൊണ്ട് അത് ലൊസാനയിൽ എത്തിയപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി ചുറ്റും നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആ മനോഹരമായ ടൗണിലൂടെ അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളും ഞാനും അവിടെ താമസിക്കാം എന്ന് എൻ്റെ മാതാപിതാക്കളോട് നിർബന്ധിച്ചു. എതിർത്ത് പറയാൻ ഒരു കാരണവും ഇല്ലാതിരുന്നതിനാൽ അവർ സമ്മതിച്ചു. ഞങ്ങൾ അവിടെ ഭവനം കണ്ടെത്തി താമസം ആരംഭിച്ചു. മാറ്റം ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അടുത്ത 3 വർഷം കൊണ്ട് ഞങ്ങൾ സ്വിസ് സംസ്കാരവുമായി ഇണങ്ങിച്ചേർന്നു. ഞങ്ങൾ സ്കൂളിൽ കഠിനാധ്വാനം ചെയ്തു പഠിച്ചു. അയൽക്കാരുമായി പരിചയപ്പെട്ടു. ഞങ്ങളുടെ പുതിയ രാജ്യത്തെപ്പറ്റി ഞങ്ങൾ നന്നായി മനസ്സിലാക്കി. എനിക്ക് 18 വയസ്സായപ്പോൾ അടുത്തുള്ള പുള്ളി എന്ന സ്ഥലത്ത് കുറച്ചുകൂടി വലിയൊരു ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ താമസം മാറി. അവിടെ ഒരു ചെറിയ പൂന്തോട്ടവും വരാന്തയും ഉണ്ടായിരുന്നു. ആ വരാന്തയിൽ നിന്നാൽ ജനീവ തടാകം കാണാമായിരുന്നു. ഇവിടെ വച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ മരിച്ചവരെ കാണുന്ന സംഭവം ആദ്യമായി ഉണ്ടാകുന്നത്. ഈ പ്രായത്തിലാണ് ഞാനൊരു സൊസൈറ്റി ജീവിതം ആരംഭിക്കുന്നത്. കൂട്ടുകാരുമൊത്ത് പുറത്തു പോവുകയും ആൺകുട്ടികളെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചെറിയ ഗ്രൂപ്പുകളായി പോയി കോഫിയും സ്നാക്സും പിസായും ഒക്കെ കഴിച്ചിരുന്നു. ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയും ആരുടെയെങ്കിലും വീട്ടിൽ ഒത്തുകൂടി റോക്ക് മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒത്തുചേരലുകൾ എനിക്കത്ര അഭികാമ്യമായി തോന്നിയില്ല. എനിക്കുള്ളിൽ ഒരു കാര്യം ബോധ്യമായിരുന്നു: മിക്കവാറും ആൺകുട്ടികൾക്കും തങ്ങൾ സുഹൃത്തുക്കളായി തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളോടൊപ്പം ഒരു രാത്രി കഴിയണം എന്ന ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് യഥാർത്ഥ സ്നേഹമായി തോന്നിയില്ല. ഒരുതരം ശൂന്യത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അതെൻ്റെ ആത്മാവിനെ കീഴടക്കി. എൻ്റെ മുൻകരുതലോടെയുള്ള പെരുമാറ്റം കാരണം ആൺകുട്ടികളുമായുള്ള സൗഹൃദങ്ങളൊന്നും നീണ്ടുനിന്നില്ല. എന്നാൽ പിന്നീട് എൻ്റെ അസാധാരണമായ രീതികളെപ്പറ്റി ഓർത്ത് എനിക്ക് മനക്ലേശമുണ്ടായി. ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി. ഞാൻ ഈ ലോകത്തിന് അനുയോജ്യയല്ല എന്നെനിക്ക് തോന്നി. എൻ്റെ മിസ്റ്റിക്കൽ അനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും സൗഹൃദത്തിൻ്റെയും പ്രണയാഭ്യർത്ഥനകളുടെയും പ്രണയത്തിൻ്റെതുമായ യഥാർത്ഥ ലോകം എൻ്റെ ആത്മീയ ലോകത്തെ മറച്ചിരുന്നു. മറ്റു പെൺകുട്ടികളെപ്പോലെ സ്വതന്ത്രമായി പെരുമാറാൻ ഞാൻ ശ്രമിച്ചു. വെള്ളത്തിന് വെളിയിൽ വീണ മീനിനെ പോലെ സമൂഹമാകുന്ന ഉഷരഭൂമിയിൽ അതിനനുയോജ്യയായി മുന്നേറാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. 18 വയസ്സായ ഞാൻ ഒരു ഭർത്താവിനെ കണ്ടെത്തേണ്ടിയിരുന്നു. ഒരു ദിവസം ലൊസന്നയിൽ സുഹൃത്തുക്കളോടൊപ്പം വെളിയിലായിരുന്നപ്പോൾ ജോഹൻ എന്നൊരു സ്വീഡിഷ് ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. ഇതാണ് എൻ്റെ ഭാവി വരൻ എന്നെനിക്ക് തോന്നി. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ജോഹാൻ തൻ്റെ 20കളിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ സ്വീഡനിലേക്ക് താമസം മാറ്റി. സ്വീഡനിൽ ഒരു കുടുംബം തുടങ്ങുന്നത് ആവേശകരമായി തോന്നിയെങ്കിലും ഇരുണ്ട തണുത്ത കാലാവസ്ഥയും ജോഹന്റെ സ്കാൻഡിനേവിയൻ പ്രകൃതവും ഭാഷയുടെ പ്രശ്നങ്ങളുമൊക്കെയായി ഇണങ്ങിപ്പോകാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി. ഇതിലൊക്കെ കഷ്ടം എനിക്കൊരു സുഹൃത്തും അവിടെ ഇല്ലെന്നതായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സ്വീഡിഷ് ഭാഷ പഠിക്കാൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു.
തണുത്തുറഞ്ഞ രാത്രികളിൽ ഭാഷ പഠിക്കാൻ പുറത്തു പോകാൻ ഞാൻ നിർബന്ധിതയായി. 2 വർഷങ്ങൾക്ക് ശേഷം ജോഹാൻ പഠനം പൂർത്തിയാക്കി. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ജൂനിയർ ഓഫീസറായി ജോലി ലഭിച്ചു. ഒരു ശീതകാലത്തിന് നടുവിൽ സീറ ലിയോണിൽ ജോലിയിൽ പ്രവേശിക്കാൻ ജോഹാൻ ഓർഡർ ലഭിച്ചു. ആഫ്രിക്കയിലെ ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് രക്ഷപ്പെടുന്നത് എനിക്ക് സന്തോഷകരമായിരുന്നു. ജോലി സംബന്ധമായി ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കാനും താമസിക്കാനും ഇടയായി. സീറ ലിയോണിൽ നിന്ന് ഞങ്ങൾ സുഡാനിലേക്ക് താമസം മാറ്റി. അവിടെ വെച്ച് എൻ്റെ ആദ്യജാതൻ ജാൻ ജനിച്ചു. ഈ മരുഭൂമി രാജ്യത്ത് വെച്ചാണ് ദൈവം എൻ്റെ ജീവൻ ഒരിക്കൽ കൂടി രക്ഷിച്ചത്. ഞാൻ 2 കുപ്പികളുമായി വരികയായിരുന്നു. അതിലൊന്ന് താഴെ വീണ് പൊട്ടി. കൂർത്ത ചില്ല് എൻ്റെ ഇടത്ത കണങ്കാലിൽ തുളച്ചു കയറി. 1-2 ദിവസത്തിനുള്ളിൽ മുറിവ് വല്ലാതെ പഴുത്തു നീരുവെച്ചു. പഴുപ്പൊഴുകാൻ തുടങ്ങി. ഞാനൊരു ഡോക്ടറെ പോയി കണ്ടു. അദ്ദേഹം മുറിവിലെ പഴുപ്പെല്ലാം നീക്കം ചെയ്തു. സുഖപ്പെട്ടുകൊള്ളും എന്നും പറഞ്ഞു. എന്നാൽ എൻ്റെ സ്ഥിതി വഷളാവുകയാണ് ചെയ്തത്. തീർത്തും നടക്കാനാവാതെ വന്നപ്പോൾ ഞാൻ വീണ്ടും ആ ഡോക്ടറെ കാണാൻ ചെന്നു. ഗാം ഗ്രീൻ ആണെന്ന് കരുതി അദ്ദേഹം എന്നെ ഹോസ്പിറ്റലിൽ കിടത്തി. അവിടെ അദ്ദേഹം ആ മുറിവ് ഒരു കത്തി ഉപയോഗിച്ച് തുരന്ന് പഴുപ്പുള്ള കോശങ്ങളെല്ലാം നീക്കം ചെയ്തു. അതിൽ നേർത്ത തുണി നിറച്ചു. ഇതെല്ലാം ചെയ്തത് അനസ്തേഷ്യ തരാതെയാണ്. മുറിവ് തുറന്നിരിക്കട്ടെ, അപ്പോൾ വേഗം സുഖപ്പെടുമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്ന വേദന സംഹാരി ഗുളികകൾക്കൊന്നും എൻ്റെ വേദനയ്ക്ക് ശമനം തരാനായില്ല. അതുകൊണ്ട് എനിക്ക് മോർഫിൻ തന്നു. ഞാൻ കട്ടിലിൽ കിടന്നു. എൻ്റെ ഭർത്താവ് സമീപത്തിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വൈകിട്ടത്തെ ഭക്ഷണം കിട്ടി. കഴിച്ചു തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ എൻ്റെ ശ്വാസം നിലച്ചു. ഞാൻ വായുവിനു വേണ്ടി വീർപ്പുമുട്ടി. ഞാൻ യഥാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയായിരുന്നു. ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എൻ്റെ കഴുത്തിന് നേരെ വന്ന ആ വൃത്തികെട്ട പൈശാചിക കരങ്ങൾ ഇപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടു. കൊടും ഭീതിയിൽ ഭക്ഷണ ട്രേ തട്ടിമറിച്ചുകൊണ്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ശ്വാസം കിട്ടാൻ ഞാൻ കിണഞ്ഞു ശ്രമിച്ചു. മരണം എൻ്റെ അടുത്തെത്തിയിരിക്കുന്നതായി എനിക്ക് തോന്നി. എൻ്റെ ഭർത്താവ് സഹായത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. പക്ഷേ ആരെയും കണ്ടില്ല. എല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് 2 ആൾക്കും ഒന്നും ചെയ്യാനില്ലായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ നിമിഷത്തിൽ പെട്ടെന്ന് ഞാൻ ശ്വസിക്കുവാൻ ആരംഭിച്ചു. ആരോ എൻ്റെ ശ്വാസനാളത്തിൻ്റെ അടപ്പൂരി വിട്ടതുപോലെയായിരുന്നു അത്. നേഴ്സ് അവസാനം ഓടിയെത്തി. സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ട് അവർ പറഞ്ഞത്, ഡോക്ടർ തന്ന മോർഫിൻ്റെ അളവ് കൂടിപ്പോയതുകൊണ്ട് എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ വന്നതാകാമെന്നാണ്. മരണത്തിൻ്റെ ദുഷിച്ച കരങ്ങൾ എന്നെ പിടിക്കാൻ ഒരിക്കൽ കൂടി ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന് വേറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഞാൻ അവയ്ക്ക് ഇനിയും ഒരുങ്ങിയിരുന്നില്ലെങ്കിലും. സുഡാനിലെ കാലാവധി തീർന്നപ്പോൾ ഞങ്ങളുടെ 9 മാസം പ്രായമുള്ള മകനെയും കൊണ്ട് 5 വർഷത്തേക്കുള്ള ജോലി വ്യവസ്ഥയിൽ ഞങ്ങൾ എത്യോപ്യയിലേക്ക് പോയി. അവിടെ വെച്ച് എൻ്റെ 2ാമത്തെ മകൻ ഫാബിയൻ ജനിച്ചു. വിദേശികൾക്ക് ജീവിതം സുഖകരമായിരുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളും ധാരാളമുണ്ടായിരുന്നു. വേലക്കാരെ നിയമിക്കുക സാധാരണമായിരുന്നു. എനിക്കൊരു നല്ല സ്ത്രീയെ വീട്ടുജോലിക്ക് ലഭിക്കുകയും ചെയ്തു. വീട്ടുജോലികളും പാചകവും ഒഴിവായപ്പോൾ എനിക്ക് ഏറെ സമയം ബാക്കിയായി. ഞാൻ ടെന്നീസ് കളിക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ വെറുതെ നേരം പോക്കിനു വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതൊരു ഹരമായി. ക്ലബ്ബുകൾ, ടൂർണമെന്റുകൾ, ചാമ്പ്യൻഷിപ്പ്, അങ്ങനെ. എൻ്റെ 2ാമത്തെ മകൻ ഫാബിയന് 2 മാസം പ്രായമുള്ളപ്പോൾ ഞങ്ങൾ സ്വീഡനിൽ തിരിച്ചെത്തി. ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ എൻ്റെ ഭർത്താവിന് ആഫ്രിക്കയിലേക്ക് തിരികെ പോകേണ്ടി വന്നു. ആഴ്ചകളോളം അവിടെ ആയിരിക്കേണ്ടതായി വന്നു ചേർന്നു. ആ ആഴ്ചകൾക്ക് വളരെ ദൈർഘ്യമുള്ളതായി എനിക്ക് തോന്നി. എനിക്ക് സ്വീഡനിൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. മുതുകുവേദനയുടെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുട്ടിയും വേറൊരു കുട്ടിയും. എനിക്കൊറ്റയ്ക്ക് കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ വിവാഹബന്ധം ഒലിയാൻ ആരംഭിച്ചതിൽ അത്ഭുതമില്ല. ഞാനും എൻ്റെ ഭർത്താവും വളരെ അകൽച്ചയിലായി. ഞാൻ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് മൊസാംബിക്കിൽ ഒരു ദീർഘകാല കോൺട്രാക്റ്റ് കിട്ടി. എനിക്ക് ആശ്വാസമായി. ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി. എൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം ദൈവം നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഒരു സാധാരണ ജീവിതം നയിക്കാനുള്ള എൻ്റെ തത്രപ്പാട് അവിടുന്ന് സ്നേഹപൂർവ്വം നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ സാധാരണ ജീവിതം അസാധാരണത്വം നിറഞ്ഞതായിരുന്നു. ദൈവത്തിൻ്റെ സഹായം കൂടാതെ നാം അത് കൈകാര്യം ചെയ്യുമ്പോൾ ജീവിതം തന്നെ ഇഴപിരിഞ്ഞതാകുന്നു. മൊസാംബിക്കിൽ ചെന്നിട്ടും കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ല.
എൻ്റെ വിവാഹ ജീവിതം തകരുകയായിരുന്നു. അത് മെച്ചപ്പെടുത്താൻ എനിക്ക് ശക്തിയില്ലായിരുന്നു. എന്തായാലും അദ്ദേഹത്തിനോ എനിക്കോ പരസ്പര പൂരകമാകാൻ കഴിഞ്ഞില്ല. ഞങ്ങളതിന് മനസ്സുവെച്ചില്ല. ഏറെ സംഘർഷങ്ങൾക്കൊടുവിൽ അവസാനം ഞങ്ങൾ ആ വേദനാജനകവും ബുദ്ധിമുട്ടേറിയതുമായ തീരുമാനത്തിലെത്തി. പിരിയുക. കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി വിവാഹമോചന ശേഷവും സുഹൃത്തുക്കളായി തുടരാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ഇത് ഹൃദയഭേദകമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമുണ്ടായ ഒരു വൻ പരാജയമായിരുന്നു ഇത്. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നി. എൻ്റെ അന്തസ്സും പോയി. എൻ്റെ സ്വപ്നങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും പരലോക ബന്ധത്തിനും ഒന്നും എന്നെ സഹായിക്കാനായില്ല. ഞാൻ ജീവിക്കാനായി കഷ്ടപ്പെടുന്ന വെറും ഒരു വ്യക്തി മാത്രം. എന്നാൽ ദൈവത്തിൻ്റെ സഹായം കൂടാതെയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ മുൻ ഭർത്താവിന് സ്വീഡനിലേക്ക് തിരിച്ചു പോകാൻ സമയമായി. എൻ്റെ മൂത്ത മകൻ ഞാൻ സ്കൂളിൽ പോകാൻ സമയമായിരുന്നു. അതുകൊണ്ട് അവർ ഒരുമിച്ച് പോകുന്നതാണ് നല്ലത് എന്ന് തോന്നി. അപ്പൻ്റെ കൂടെ താമസിച്ച് സ്വീഡനിൽ പഠനം ആരംഭിക്കുകയും ചെയ്യാം. അവൻ്റെ അമ്മയെയും കുഞ്ഞനുജനെയും പിരിയുന്നത് ജാന് വളരെ സങ്കടകരമായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ സാധിക്കുമ്പോഴെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു. എന്നാലും ആ സഹോദരങ്ങൾ രണ്ടുപേരും വേർപിരിയപ്പെട്ടു. എനിക്ക് ഏറെ വേദനയോടെ എൻ്റെ ആദിജാതിനെ നഷ്ടമായി. ഒരു കുടുംബം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അന്യോന്യം താങ്ങായും പരസ്പരം ബന്ധപ്പെട്ടും കഴിയുന്ന അംഗങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നാണ്. അത് തകരുമ്പോൾ അതിലെ ഓരോ അംഗവും വൈകാരികമായി മുറിഞ്ഞകന്നു പോകും. എന്നാൽ എങ്ങനെയൊക്കെയോ ഞങ്ങൾ പിടിച്ചു നിന്നു. ജീവിതം പിന്നെയും മുന്നോട്ടൊഴുകി. ഒടുവിൽ വേറൊരു സ്വീഡൻകാരനെ ഞാൻ കണ്ടുമുട്ടി, പെർ റിഡൻ. അദ്ദേഹം ഒരു കനിവുള്ള മനുഷ്യനായിരുന്നു. ആദ്യ വിവാഹത്തിൽ നിന്നേറ്റ മുറിവുകൾ എന്നെ വേദനിപ്പിച്ചിരുന്നെങ്കിലും ഇദ്ദേഹത്തെ വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഇളയ മകൻ ഫാബിയാന് അവൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ സഹായിക്കാൻ വീട്ടിലൊരപ്പൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്നും ഞാൻ മനസ്സിലാക്കി. എനിക്ക് കുറച്ചുകൂടി പ്രായമായി, അതിൻ്റെ പക്വതയുമുണ്ട്. രണ്ടാമത്തെ വിവാഹം വിജയമാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ പെറും ഞാനും വിവാഹിതരായി. വികസ്വര രാജ്യങ്ങളിലെ ഓഫീസുകളിലായിരുന്നു പെറിനും ജോലി. അങ്ങനെ ഞാനൊരിക്കൽ താമസിച്ചിട്ടുള്ള മൊസാംബിക്കിലേക്ക് ഞങ്ങൾ പോയി. 2 വർഷം കഴിഞ്ഞ് ലെസോത്തായിലേക്കും യാത്രയായി. ഈ രാജ്യത്തെ നിയമനം ബുദ്ധിമുട്ടുള്ള നിയമന പരിധിയിലുള്ളതായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് അനുദിന ജീവിതം അത്ര ക്ലേശകരമായിരുന്നില്ല. അവിടുത്തെ താമസത്തിനിടയ്ക്ക് അസാധാരണമായ ചിലതിൽ ഞങ്ങൾ ഉൾപ്പെടുകയുണ്ടായി. 1982 വർണ്ണവിവേചനം അതിൻ്റെ മൂർധന്യത്തിലായിരുന്നു. ഒരു രാത്രിയിൽ ടാങ്കുകൾ ഉരുളുന്നതിൻ്റെയും യന്ത്രത്തോക്കുകൾ വെടിയുതിർക്കുന്നതിൻ്റെയും ബോംബുകൾ പൊട്ടുന്നതിൻ്റെയും ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ ഉണർന്നു. അന്തരീക്ഷം വളരെ ഭയാനകമായിരുന്നു. അവസാനം കലാപം തുടങ്ങി. എന്നാൽ അതേൽപ്പിച്ച ക്ഷതം ഭയങ്കരമായിരുന്നു. സൗത്ത് ആഫ്രിക്കൻ പട്ടാളം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. ജീവനു വേണ്ടി നിലവിളിച്ച നിഷ്കളങ്കരായ സ്ത്രീകളെയും കുട്ടികളെയും പോലും അവർ നിഷ്കരണം തോക്കിനിരയാക്കി. വർഗീയത വഷളായി. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. പട്ടിണിയും പരസ്പര വിദ്വേഷവും രാജ്യത്തെ പിടിച്ചുലച്ചു. എവിടെ നോക്കിയാലും കുറ്റവാളികൾ പെരുകിക്കൊണ്ടിരുന്നു. അരാജകത്വം നടമാടി. കവർച്ചക്കാർ രാത്രി വീടുകളിൽ കല്ലുകളും കൈക്കോടാലികളുമായി വരികയാണ്. ആളുകൾ വിലപിടിപ്പുള്ളതെല്ലാം അവർക്ക് കൊടുക്കുകയും സഹകരിക്കുകയും ചെയ്തില്ലെങ്കിൽ അവർ ആക്രമിക്കപ്പെടും. ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം സ്വയരക്ഷയ്ക്കായി ആയുധങ്ങൾ കരുതി. പെറും ഞാനും ഒരു ഇരുമ്പ് വടിയും ഒരു പ്ലാസ്റ്റിക് തോക്കും ഞങ്ങളുടെ കിടക്കക്കരികെ കരുതി. വെടിവെച്ചാൽ അക്രമി താൽക്കാലികമായി അന്ധനാകുന്ന ഒരു ദ്രാവകം തോക്കിലുണ്ടായിരുന്നു. എന്നാൽ പകൽ വെളിച്ചത്തിൽ എല്ലാം ഒരുവിധം സാധാരണ രീതിയിൽ പോയിരുന്നു. ഞാൻ ടെന്നീസ് കളിക്കാൻ ക്ലബിൽ പോയി, ഷോപ്പിങ്ങിന് പോയി, സുഹൃത്തുക്കളുമായി ഒത്തുകൂടുകയും ചെയ്തു. എന്നാൽ രാത്രിയായാൽ കിടക്കാൻ പോകാൻ ആളുകൾക്ക് ഭയമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഒരു രാത്രിയിൽ എൻ്റെ ഉറക്കം തെളിഞ്ഞു. പിന്നീട് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ പതുക്കെ ഉറങ്ങിത്തുടങ്ങുമ്പോൾ അദൃശ്യമായ ഒരു കരം എന്നെ കുലുക്കിയുണർത്തും. ഏതാണ്ട് 1 മണിയായി സമയം. ഞാൻ പാതി ഉറക്കത്തിലായിരുന്നു. എന്തോ തട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു. വയർ മുറിക്കുന്ന ഉപകരണവുമായി നിൽക്കുന്ന ഒരു കള്ളന്റെ കൈ ദർശനത്തിൽ ഞാൻ കണ്ടു. കൊതുകുവല മുറിച്ച് മുൻവശത്തെ പൂട്ടിളക്കി കതക് തുറക്കാനാണ് അയാളുടെ ശ്രമമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഉറക്കമുണർന്നു. ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ തുടങ്ങി.
ഉടനെ എൻ്റെ ഉള്ളിൽ എവിടെയോ നിന്ന് ബെഡിൽ തന്നെ ഇരിക്കാനും കാത്തിരിക്കാനും കൽപ്പിക്കുന്ന വ്യക്തമായൊരു സ്വരം ഞാൻ കേട്ടു. ഇപ്പോൾ എഴുന്നേൽക്കണ്ട, ആ സ്വരം പറഞ്ഞു. വീണ്ടും ഞാൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ സ്വരം പറഞ്ഞു, ഇപ്പോൾ വേണ്ട, കാത്തിരിക്കും. ഞാൻ ആ ശബ്ദം അനുസരിച്ചു, കാരണം ആ കൽപ്പന അത്ര ശക്തമായിരുന്നു. എന്നാൽ ആ സ്വരത്തിൽ കരുണയും ഉണ്ടായിരുന്നു. അനുസരിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയതേയില്ല. കാത്തിരിക്കാൻ പറഞ്ഞ് ആ സ്വരം വീണ്ടും വീണ്ടും എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു. സമയം എത്രയായെന്നറിയില്ല. പെട്ടെന്ന് അടിയന്തര ശബ്ദത്തിൽ ആ സ്വരം എന്നോട് എണീക്കാൻ ആജ്ഞാപിച്ചു. ഞാൻ അനുസരിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റ് പുറകുവശത്തേക്ക് പോയി, അടുക്കള വാതിലിൻ്റെ അവസ്ഥ നോക്കാൻ. ഞാൻ പതിയെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് തിരികെ വന്നു. കർട്ടൻ സാവകാശം മാറ്റി നോക്കി. അതാ അവിടെ എൻ്റെ നേരെ മുമ്പിൽ ഞങ്ങളുടെ വീടിന് പുറത്ത് ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുന്നു. അയാളുടെ കൂട്ടാളി കതകിൻ്റെ പൂട്ട് തുറക്കുന്ന ശ്രമത്തിലും. എൻ്റെ ഭർത്താവും കുട്ടികളും നല്ല ഉറക്കത്തിലാണ്. അവർ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ രണ്ടാളുകൾ ജനാലയ്ക്കിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മുഴുവൻ ശബ്ദവുമെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു കൂവി, പെർ, അതാ ആരോ അവിടെ പുറത്ത്. എൻ്റെ ഒച്ച കേട്ട് പെർ എഴുന്നേറ്റു. എന്നാൽ കവർച്ചക്കാരൻ ഭയപ്പെട്ട് അർദ്ധപ്രാണനായിപ്പോയി എന്നതാണ് പ്രധാനം. അയാൾ ഞെട്ടിപ്പോയി. അയാൾ ഓടി. പിറകെ അയാളുടെ സഹായിയും. മുയലിനെ പോലെ മതിലിൽ അള്ളിപ്പിടിച്ചു കയറി അടുത്ത വീടിൻ്റെ മുറ്റത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. എന്നെ ശരിയായി നയിച്ച് കള്ളൻ ജനലിന് മുന്നിലെത്തിയ ആ കൃത്യസമയത്ത് ഒച്ചയെടുക്കാൻ പ്രേരിപ്പിച്ച ആ സ്വരം ആരുടേതാണെന്ന് എനിക്ക് നേരിയ ഊഹം പോലും അന്നുണ്ടായിരുന്നില്ല. അങ്ങകലെ ബംഗ്ലാദേശിൽ പിന്നീട് ആ സ്വരം ഞാൻ തിരിച്ചറിയുമെന്ന് ഞാൻ അന്ന് നനച്ചതേയില്ല. ഏതായാലും ഒരിക്കൽ കൂടി ദൈവം എന്നെ സംരക്ഷിക്കുകയായിരുന്നു. എന്തിനാണെന്ന് അധികം താമസിയാതെ ഞാൻ മനസ്സിലാക്കും. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.